നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുകയാണ്. അപ്പോഴും ചില മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംഭവിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആര് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അവരൊക്കെ ചുവരെഴുത്ത് നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയൊക്കെ ചുവരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. ചിലർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാനാകും എന്നുള്ള വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കൾ ഉള്ളത്. പക്ഷേ അപ്പോഴും സുധാകരനും അടൂർ പ്രകാശും അവർക്കൊരു കടമ്പയായി നിൽക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ എന്ന സീറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിൽക്കുന്നു. അവിടെ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നിരവധി സീറ്റുകളിൽ പ്രശ്നമുണ്ട്. CPM സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു കഴിഞ്ഞു. അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം CPM-ഉം CPI-യും പ്രചരണം ആരംഭിച്ചു. ഒപ്പം UDFിൻ്റെ ഘടകകക്ഷി RSP മാത്രമാണ് ഇതുവരെ ആ ഭാഗത്ത് നിന്ന് സീറ്റ് പ്രഖ്യാപിച്ചത്. ഇന്നലെ 48 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അവരും ഇന്നു മുതൽ കളം നിറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UDFിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ഒപ്പം പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഉണ്ടാകും. തലക്കെട്ടുകളിലേക്ക്. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനാവാത്ത കോൺഗ്രസ്. AICC ആസ്ഥാനത്ത് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം രാവിലെ 10:00-ക്ക്. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ അവസാന ശ്രമം. സുധാകരനും അടൂർ പ്രകാശിനും ഇളവ് നൽകാൻ സാധ്യത. ആദ്യ പട്ടിക ഇന്നുണ്ടായേക്കും. തളിപ്പറമ്പിൽ CPM-ന് കനത്ത വെല്ലുവിളി ഉയർത്തി TK ഗോവിന്ദൻ. PK ശ്യാമളയ്ക്കെതിരെ സ്ഥാനാർത്ഥിയാകും. ഗോവിന്ദനെതിരെ മനപ്പട്ടത്ത് CPM DYFI പ്രവർത്തകരുടെ പ്രകടനം. ഗോവിന്ദന്റെ മരുമകളും പ്രകടനത്തിൽ. ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള അയോഗ്യത നീങ്ങുമോ? തൊണ്ടിമുതൽ കേസിൽ നിർണായക വിധി ഇന്ന്. കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ വിധിക്കെതിരെ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധമെന്ന് വാദം. സിവിൽ കോടതികൾക്കോ ഹൈക്കോടതിക്കോ ഇടപെടാൻ അധികാരമില്ലെന്നും വെള്ളാപ്പള്ളി അടക്കമുള്ളവരുടെ അപ്പീൽ. നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച ഇന്ന്. സംഘടനാ പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് ഭാരവാഹികളും പങ്കെടുക്കും. ഹൈക്കോടതി മീഡിയേഷൻ റൂമിൽ രാവിലെ 11-ന് ചർച്ച. കേരളത്തെ നടുക്കിയ വന്ദനാദാസ് കൊലക്കേസിൽ വിധി ഇന്ന്. വിധി പറയുക കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ഇറാൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അടച്ച വ്യോമപാത തുറന്ന UAE. വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക്. ഇറാനൊപ്പമെന്ന നിലപാട് ആവർത്തിച്ചു റഷ്യ. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും റഷ്യ. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ നിർണായക സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാവിലെ 10:00-ക്ക് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ് യോഗം ചേരുക. നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥികളുടെ ജംബോ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 MP-മാർക്ക് ഇളവ് നൽകാനും സാധ്യതയുണ്ട്. നേതൃത്വത്തോട് ഇഴഞ്ഞു നിൽക്കുന്ന കെ സുധാകരനും അടൂർ പ്രകാശനും ഒരുപക്ഷെ മത്സരിക്കാൻ ഇളവ് നൽകിയേക്കും എന്നാണ് വിവരം. അതായത് കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്ക് കോൺഗ്രസിൽ പ്രത്യേകിച്ച് UDFിൽ ഇത്തരം തർക്കങ്ങളൊക്കെ പതിവാണ്. തർക്കങ്ങൾക്ക് ശേഷം അവരൊരു പട്ടിക പ്രഖ്യാപിക്കും. അതിനുശേഷവും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കോൺഗ്രസിൽ പതിവാണ്. നമ്മൾ എത്രയോ തെരഞ്ഞെടുപ്പ് കാലമായി കോൺഗ്രസിൽ ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇത്തവണ കെ സുധാകരൻ എന്ന വമ്പനാണ് നേതൃത്വം ഉടക്കി നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു പ്രത്യേകതയായി ഉള്ളത്. ഡാൻ കുര്യൻ ചേരും. ഡാന് 2 സാധ്യതകളാണ്. ഒന്ന്, പൂർണ്ണമായും MP-മാരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 പേർ അടൂർ പ്രകാശും കെ സുധാകരനും. അവർ 2 പേരും ഒരുപോലെ, ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അടൂർ പ്രകാശൊക്കെ സ്വത്ത് വിവരങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ വരെ ആരംഭിച്ചു. നാമനിർദ്ദേശ പത്രിക നൽകുകയാണെങ്കിൽ അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ തയ്യാറായി നിൽക്കുന്ന ഈ 2 പേരെ
തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോവുക? തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട പട്ടിക പുറത്തുവിടാനുള്ള നീക്കമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം അന്ന് ആ പട്ടിക, അതായത് അതിന് തൊട്ടു പിന്നാലെ ആ പട്ടിക പുറത്തുവിടാൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് അങ്ങനെയെങ്കിൽ 30 പേരുടെയോ 40 പേരുടെയോ പട്ടികയല്ല, ഒരു ജംബോ പട്ടിക തന്നെ ഏതാണ്ട് 60 പേരുടെ വരെ പേര് ഉൾക്കൊള്ളുന്ന 60 സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുന്ന ഒരു പട്ടിക പുറത്തുവിടാനുള്ള ഒരു നീക്കം ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം രാവിലെ 10:00 AICC ആസ്ഥാനത്ത് വെച്ച് ചേരുന്നത്. ദേശീയ നേതാക്കൾക്ക് ഒപ്പം സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില സസ്പെൻസ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പേരുകളുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ വൈകിയതാണ് ഈ പട്ടിക പുറത്തിറക്കാൻ താമസമുണ്ടായതെന്നും നേതൃത്വം സൂചന നൽകുന്നുണ്ട്. അതിനിടയിലാണ് ഈ MPമാർ മത്സരിക്കേണ്ട എന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഒരു നിർണായകമായ ഒത്തുതീർപ്പ് ശ്രമം ഇപ്പോൾ ഫലം കാണാൻ പോകുന്നതെന്നാണ് സൂചന. അതായത് ശിവഗിരി മഠം നേരത്തെ തന്നെ ഈഴവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്ന ആവശ്യം പരസ്യമായും കോൺഗ്രസ് നേതൃത്വത്തോട് രഹസ്യമായും ഒക്കെ പങ്കുവച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസവും കേട്ടതാണ്. അതിനിടയിലാണ് ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളായ അടൂർ പ്രകാശനും K സുധാകരനും ഇളവ് നൽകണം, അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം ശിവഗിരി മഠാധിപതി തന്നെ നേരിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയൊക്കെ അറിയിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറിയത്. ഒരുപക്ഷെ ഈ സമ്മർദ്ദ നീക്കങ്ങളൊക്കെ ഫലം കണ്ടുവെന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് K സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാനും അടൂർ പ്രകാശന് കോന്നിയിൽ മത്സരിക്കാനും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇളവ് നൽകിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്. ഇന്ന് രാവിലെ K സുധാകരനോട് കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലേക്ക് എത്തണമെന്ന കൃത്യമായ നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകിയതാണ്. ഒരു മഞ്ഞുരുക്കൽ നീക്കം അത് ഫലം കാണുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സുധാകരൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാവിലെ K സുധാകരൻ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് K സുധാകരൻ ഡൽഹിക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. K സുധാകരൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ഒരുപക്ഷെ സുധാകരന് കിട്ടിക്കാണണം. സീറ്റുമായി ബന്ധപ്പെട്ട് സുധാകരൻ പറഞ്ഞു സീറ്റ് ലഭിക്കണമെങ്കിൽ താൻ ഡൽഹിക്ക് പോകുന്നത് എന്തിനാണ്, ഇവിടെ നിന്നാൽ പോരാൻ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ധാരണകൾ രൂപപ്പെട്ട് കാണണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഡൽഹി യാത്ര എന്ന് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് K സുധാകരൻ ആദ്യഘട്ടം മുതൽ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം, അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു താൽപര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് താൻ കണ്ണൂരിൽ മത്സരിക്കാൻ നിർബന്ധിതനായതാണ്. തനിക്ക് അപ്പോഴേ ഉറപ്പ് നൽകിയതാണ് നിയമസഭയിൽ പ്രാതിനിധ്യം നൽകാമെന്നാണ്. അത്തരത്തിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളോടൊക്കെ അദ്ദേഹം സൂചനകൾ പങ്കുവെക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും അർഹമായ പരിഗണന ലഭിക്കും എന്ന് ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് താൽപര്യമെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇപ്പോൾ അനാവശ്യമായി ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ് എന്ന നിലപാടാണ് സുധാകരൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു നേതൃത്വത്തെ ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് അവർ താൽപര്യപ്പെട്ടു വന്നാൽ മറ്റ് 5 പേർ കൂടി സമാനമായ ആഗ്രഹം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വരും. അപ്പോൾ അതൊരു ക്ലാഷായി മാറും എന്നൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് എങ്കിലേ ഒരു MPമാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തിയത്. പക്ഷേ അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീളുകയും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനിയും അത് തർക്കങ്ങളിലേക്ക് നീങ്ങിയാൽ കണ്ണൂരിലെ മറ്റ് മണ്ഡലങ്ങളിലെ ജയസാധ്യതയെ അടക്കം അത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെ രാഷ്ട്രീയ സാഹചര്യമല്ല കണ്ണൂരിലുള്ളത്. അവിടെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന വോട്ടർമാരാണ്, പ്രത്യേകിച്ച് നേതാക്കന്മാരുമായൊക്കെ അത്തരത്തിൽ വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ ഒരാളെ ഇങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ ഈ KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന പേരാവൂരിലടക്കം അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് നേതൃത്വം നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
നോക്കിയാൽ മറ്റ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് സജീവമാകാൻ ആഗ്രഹിച്ചിരുന്ന മറ്റ് നേതാക്കളെയൊക്കെ പാർട്ടി ഈ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് പദവികളിലേക്ക് നിയോഗിക്കാനുള്ള ഒരു തീരുമാനമൊക്കെയാണ്, അങ്ങനെ ഒരു ഒത്തുതീർപ്പൊക്കെയാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് രാവിലെ 10:30 ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കൂടി ചേർന്നതിന് ശേഷം ആദ്യഘട്ട പട്ടിക പുറത്തുവിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലടക്കം കൊല്ലത്തെ അടക്കം തർക്കങ്ങൾ നിലനിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തിരുവനന്തപുരം മണ്ഡലം CMPക്ക് ഘടകകക്ഷിയായ CMPക്ക് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ധാരണയായിരുന്നു. അതോടൊപ്പം കോവളത്തെ സിറ്റിംഗ് MLA ആയ M. വിൻസെന്റ് മത്സരിക്കുന്ന കാര്യത്തിലും ധാരണയായിരുന്നു. അതിനു പുറമെ വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം രാവിലെ തന്നെ വട്ടിയൂർക്കാവിൽ വീട് കയറിയുള്ള ഗൃഹസന്ദർശനം 8 മണിക്ക് ആരംഭിക്കുകയാണ്. അത് മാത്രമാണ് തിരുവനന്തപുരത്ത് ധാരണയിലേക്ക് എത്തിയിരിക്കുന്ന സീറ്റുകൾ എന്ന സൂചനയാണ് നേതൃത്വം നൽകുന്നത്. ബാക്കി സീറ്റുകളിലൊക്കെ അവകാശവാദം ഉന്നയിച്ച് മറ്റു ചില നേതാക്കളൊക്കെ രംഗത്തുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ ഒരുപക്ഷെ ഒരു ദിവസം കൂടി എടുത്തേക്കാം. ശേഷിക്കുന്ന സ്ഥലങ്ങളിലെ പട്ടികയായിരിക്കാം ആദ്യഘട്ടത്തിൽ പുറത്തുവരിക. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആര് സ്ഥാനാർത്ഥിയായി വരും? മന്ത്രി V. ശിവൻകുട്ടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അവിടെ വലിയ തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന നേമത്ത് ആരാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറെ നാളുകളായി ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരവും കൂടി ഇന്നത്തെ ചർച്ചയിൽ. അതാണ് തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ആലപ്പുഴയിലായാലും സ്ഥാനാർത്ഥി നിശ്ചയിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിലൊക്കെ ഒരുപാട് അസംതൃപ്തരുണ്ടല്ലോ ഡാൻ. പ്രധാനമായും പ്രത്യേകിച്ച് ഷുക്കൂറൊക്കെ MJ ജോബ് ഇന്നലെ പാർട്ടി വിട്ടു. ഷുക്കൂറൊക്കെ അമ്പലപ്പുഴ മണ്ഡലം പ്രതീക്ഷിച്ചിരുന്നതാണ്. ചെങ്ങന്നൂരിൽ മറിയ ഉമ്മനുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അടൂരടക്കമുള്ള മണ്ഡലങ്ങൾ, അത്തരം നിരവധിയായ മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയിലും തെക്കൻ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കുന്ന പത്തനംതിട്ടയിലും കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ തർക്കങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളുണ്ട്. ഇവരെയൊക്കെ പറഞ്ഞ് പരിഹരിക്കുക എന്നുള്ളൊരു ഹ്യൂജ് ടാസ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. അതിൽ ഇത്രത്തോളം വിജയിക്കുമെന്നുള്ളതും ഇന്ന് തന്നെ ഇതൊക്കെ പരിഹരിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതും ഒക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. പരമാവധി നേതാക്കളെ പറഞ്ഞ് അനുനയിപ്പിക്കുക, അധികാരം മാത്രമാണ് ലക്ഷ്യം. അധികാരം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിടുന്നത് എന്നൊരു വിശദീകരണമാണ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രൊഫഷണലായ രീതിയിൽ റാൻഡം സർവേ കൂടി നടത്തിയാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അവസാനമായ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ പരിഗണനാ വിഷയമെന്ന് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ബോധ്യം മറ്റ് അസംതൃപ്തരായ നേതാക്കളെ അറിയിക്കുക എന്നതാണ് നേതൃത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിലുള്ള അസംതൃപ്തരും പൊട്ടിത്തെറികളും ഒക്കെ പരസ്യമായി വലിയ തർക്കങ്ങളിലേക്കും വാക്പോരിലേക്കും ഒക്കെ നീങ്ങുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അത് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിൽ അത്തരം സർവേകളൊക്കെ സംസ്ഥാനത്ത് സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും സാധ്യതാ പട്ടിക അല്ലെങ്കിൽ പരിഗണന പട്ടിക, സ്ഥാനാർത്ഥി പട്ടിക വരികയെന്നതിനെ കുറിച്ചൊരു ധാരണ താഴെ തട്ടിലുള്ള നേതാക്കളിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. അത്തരത്തിലൊരു പട്ടികയുമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇടയാൻ സാധ്യതയുള്ള നേതാക്കളെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടും നേരിട്ട് കണ്ടുമൊക്കെ കാര്യങ്ങളുടെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയേണ്ടതിന്റെ അനിവാര്യത എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവരെ സർക്കാർ അധികാരത്തിലെത്തിയാൽ മറ്റ് പദവികളിലേക്ക് പരിഗണിക്കില്ല എന്ന കാര്യം നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരെ ഉൾപ്പെടെ ഈ UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റ് പദവികളിലേക്ക് നിയോഗിക്കേണ്ടി വരും. അവിടെ അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന നിർദ്ദേശം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ സ്ഥാനാർത്ഥികളാകാൻ ആകാംക്ഷയോടെ കാത്തിരുന്നവർക്ക്, സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ജയിച്ചാലും തോറ്റാലും പിന്നെ ഒരു പദവി ചോദിച്ച് വരരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസംതൃപ്തിയുമായി രംഗത്തുള്ള പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള നേതാക്കളെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നേതൃത്വത്തിനൊപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട ജംബോ പട്ടിക വരുമ്പോൾ അറിയാം കാത്തുവച്ചിരിക്കുന്ന സർപ്രൈസ് അത് ഏത് തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിപാകുമെന്ന്.
കാത്തിരുന്ന് കാണണം. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ, പട്ടികയിൽ എന്തെങ്കിലും സർപ്രൈസുകൾ ഉണ്ടാകുമോ, അതിനുശേഷമുള്ള പൊട്ടിത്തെറികൾ എത്ര വരെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഏതായാലും കെ സുധാകരൻ ഡൽഹിക്ക് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഇത്തരത്തിൽ നിരവധി പൊട്ടിത്തെറികൾക്ക് ശേഷമാണ് എപ്പോഴും ഏത് കാലത്തും UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. അത് ആ പാർട്ടിയുടെ ഒരു പതിവാണ്. നേതൃത്വം എത്ര മാറിയാലും, ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാലും, പാർട്ടിക്ക് അതീതമായി ചിന്തിക്കുന്നവരും പാർട്ടിയെ ധിക്കരിക്കുന്നവരുമൊക്കെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗമാണ് എന്നതുകൂടി ചേർത്ത് വെക്കണം. CPM-ലെ പോലെ അല്ലെങ്കിൽ ഒരു പരിധിവരെ BJP-യിലെ പോലെ അത്ര പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകൾ നമുക്കറിയാം അത്തരത്തിലാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. പക്ഷേ CPM-ലും ഇടതുമുന്നണിയിലുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. കണ്ണൂരിലും തളിപ്പറമ്പിൽ ഇടതിൻ്റെ ചുവപ്പ് കോട്ടയായ വടക്കൻ കേരളത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ട്. പരസ്യമായി പല ആളുകളും അഭിപ്രായം പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ വാർത്തയിലേക്ക് കൂടി നമുക്ക് വരണം. ലീഗിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് പോയാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ലീഗ് ഭാരവാഹികളുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്ന കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഇന്നും തുടരും. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളാണ് സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുക. ഇതിനുശേഷം വൈകിട്ടോ നാളെയോ സ്ഥാനാർത്ഥികളെ പാണക്കാട് വെച്ച് പ്രഖ്യാപിക്കും. 5 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ഉണ്ടാകില്ലെന്നും ചില സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലം വെച്ചുമാറ്റം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. പട്ടികയിൽ യുവാക്കൾക്കും വനിതകൾക്കും മതിയായ പരിഗണന ഉണ്ടാകുമെന്നാണ് സൂചന. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇന്നലെയൊക്കെ നമ്മൾ ഒരു ശരീരഭാഷ വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്നൊരു കാര്യം, തങ്ങളാണ് എല്ലാം നിശ്ചയിക്കുന്നത്. പാണക്കാട് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർവാധികാരിയായി മാറി എന്ന് വേണം കരുതാൻ. PK കുഞ്ഞാലിക്കുട്ടി അല്പമൊന്ന് പുറകോട്ട് പോയി തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് KM ഷാജിയൊക്കെ മലപ്പുറത്തേക്ക് പരിഗണിക്കുന്നത്, നേരത്തെ കാസർഗോഡ് പരിഗണിച്ചിരുന്നത്. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ സീറ്റ് വെച്ചുമാറ്റം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതനുസരിച്ചുള്ള പരിഗണന ഉണ്ടായാൽ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം, അല്ലേ? ഒരു നേരത്തെയുള്ളൊരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം സ്ഥാനാർത്ഥി പട്ടികയിൽ. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. തീർച്ചയായിട്ടും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണവും അദ്ദേഹമാണ് ഇക്കാര്യങ്ങളിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല പേരുകളും ഉയർന്നു വരുന്നു. പല നേതാക്കളെയും PK കുഞ്ഞാലിക്കുട്ടിക്ക് പകരം KM ഷാജിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തലമുറ മാറ്റത്തിന്റെ സൂചന ആ ഒരു തീരുമാനത്തിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 5 സിറ്റിംഗ് MLA-മാർക്ക് ഇതിനോടകം സീറ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പല സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് വെച്ചുമാറ്റത്തിന്റെ ഒരു സാധ്യതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ലീഗിനുള്ളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. ഒരു നേതാവിനും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ തീർക്കുന്നത്. മുൻപൊക്കെ ഏകദേശം ഒരു ധാരണ ഓരോ മണ്ഡലത്തിനെ കുറിച്ചും സിറ്റിംഗ് MLA-മാർക്ക് പോലും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇത്തവണ സിറ്റിംഗ് MLA-മാർക്ക് പോലും അവർക്ക് സീറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. തങ്ങൾ കൃത്യമായിട്ട് ഓരോ മണ്ഡലത്തിലെയും സാഹചര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സർവേ വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഓരോ MLA-മാരുടെയും വ്യക്തിഗതമായിട്ടുള്ള പെർഫോമൻസ് കൂടി ഇവിടെ കൃത്യമായി അളന്നു തന്നെയാണ് തീരുമാനത്തിലേക്ക് എത്തുക. കൃത്യമായി അദ്ദേഹത്തിന് എതിരെ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനത്തിന് മറ്റൊരു തരത്തിലും ഒരു ചോദ്യം ഉണ്ടാകുന്ന സാഹചര്യവും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ മുൻപത്തെ ഒന്ന് വളരെ വ്യത്യസ്തമായി സർപ്രൈസ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. നമുക്ക് ഇത് ഒട്ടേറെ പുതുമുഖങ്ങളെയോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഈ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കേൾക്കാത്ത പല പേരുകളും ഈ ഒരു തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്കാണ് ലീഗ് ഓഫീസിൽ ലീഗ് ഭാരവാഹികളുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേരുക. അതിനുശേഷം വൈകുന്നേരത്തോടെയാകും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ഇത്തവണ ആശ്വാസങ്ങൾ ഒട്ടേറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒട്ടേറെ ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഈ ഒരു സാഹചര്യത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കാൻ കൂടി വേണ്ടിയാണ് 2ഉം 3ഉം തവണ സ്ക്രൂട്ടിനി നടത്തി ഓരോ ഭാരവാഹികളെയും നേരിൽ കണ്ട് അഭിപ്രായങ്ങൾ ശേഖരിച്ച് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു 1-to-1 കൂടിയാലോചനകളാണ് ഇപ്പോൾ ഇവിടെ ലീഗ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.
സാഹചര്യം. ഏതായാലും ലീഗിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരമോ നാളെയോ സംഭവിച്ചേക്കാം എന്നാണ് CB അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ തിരുവമ്പാടി സീറ്റിനായി പട്ടാമ്പിക്ക് പകരം തവനൂർ വിട്ടുകൊടുക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ എതിർപ്പുമായി ഒരു വിഭാഗം. തവനൂർ മുസ്ലിം ലീഗിന് നൽകുന്നതോടെ ജില്ലയിലെ കോൺഗ്രസ് സീറ്റുകൾ 3 കുറയും. സീറ്റ് വെച്ചുമാറ്റ പ്രഖ്യാപനം വന്നാൽ പരസ്യ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെ ഇത്തരം നീക്കങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ഉപേക്ഷിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ വീണ്ടും സജീവമായി ഈ സീറ്റ് വെച്ചുമാറ്റം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഈ കോൺഗ്രസ് ഇപ്പോൾ ഇതിനായി കടുംപിടുത്തം പിടിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആർക്ക് സീറ്റ് ഉറപ്പിക്കാനാണ്? ഒപ്പം ഇത്തരം മാറ്റങ്ങൾക്കെതിരെ ഒരു പരസ്യ പ്രതിഷേധം പ്രതീക്ഷിക്കണോ? രഞ്ജിത്ത്, മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയിയെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിന് തയ്യാറായത്. ലീഗുമായിട്ട് അത്തരത്തിലൊരു ആലോചന ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ ആദ്യം പട്ടാമ്പിയായിരുന്നു ലീഗ് ആവശ്യപ്പെട്ടത്. അത് പക്ഷേ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും അനുവദിക്കാത്തതിനാൽ സാധ്യമായില്ല. തുടർന്നാണ് അവസാനവട്ട ശ്രമം എന്ന നിലയിൽ തവനൂർ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. ഇത് വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഉയർത്തുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആകെ 4 സീറ്റ് മാത്രമേ നിലവിൽ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനുള്ളൂ. അതിലൊന്ന് വിട്ടുകൊടുക്കുമ്പോൾ മലപ്പുറത്ത് കോൺഗ്രസിന്റെ സീറ്റുകൾ 3 കുറയുന്ന ഒരു സാഹചര്യം. 13 സീറ്റിൽ മുസ്ലിം ലീഗും 3 സീറ്റിൽ കോൺഗ്രസും എന്ന അവസ്ഥയിലേക്ക് എത്തും. അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തെ, ജില്ലയിലെ പ്രാതിനിധ്യത്തെ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആശങ്ക. രണ്ടാമതായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അവിടേക്ക് ഒരു ജില്ലയിൽ ഇത് ഒരു ഹിന്ദു ജനറൽ വിഭാഗം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അത് തവനൂരിൽ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ഹിന്ദു ജനറൽ വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥി UDFന് ജില്ലയിൽ ഉണ്ടാകില്ല. അത് വലിയ തോതിൽ തന്നെ ഈ സാമുദായിക സമവാക്യങ്ങളെ ബാധിക്കുന്നതാകും. മലപ്പുറത്ത് അത് UDFന് കോട്ടം തട്ടിക്കില്ലെങ്കിലും ഇത് ഒരു വലിയ പ്രചാരത്തിന് അവസരം കൊടുക്കാനുള്ള സാഹചര്യം തീർക്കുമെന്നാണ് വലിയ ഒരു വിഭാഗം, കോൺഗ്രസിൽ തന്നെ ഉള്ള വലിയൊരു വിഭാഗം ആശങ്കപ്പെടുന്നത്. നേരത്തെ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞു വെച്ച ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ മാറാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. മുസ്ലിം ലീഗ് ഇവിടേക്ക് CP ബാവ ഹജി തുടങ്ങിയ അവിടുത്തെ മുതിർന്ന നേതാക്കളുടെ പേര് പരിഗണിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഒരുപക്ഷെ യുവ നേതാക്കൾ KT ജലീലാണ് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു യുവ നേതാവിനെ മുൻനിർത്തി ആ മണ്ഡലം പിടിച്ചെടുക്കാനായിരിക്കും ലീഗ് ആലോചിക്കുക. മാത്രമല്ല ജലീലിനെ നേരിട്ട് നേർക്കുനേർ ഒരു മത്സരത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെ കാര്യമാണ്. കാരണം ജലീലുമായിട്ടുള്ള ലീഗിന്റെ ആ പോരാട്ടമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ജലീലിനെ തോൽപ്പിക്കാൻ ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവിനെ ആയിരിക്കും ഒരു പക്ഷേ ലീഗ് ഇവിടേക്ക് നിയോഗിക്കുക. എന്ന് തന്നെയാണെങ്കിലും തവനൂരിലെ സംബന്ധിച്ച്, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് UDFന് ഒരു ആശങ്ക ഉണ്ടാകില്ല പോലും ഈ ഒരു മാറ്റം, അതായത് തവനൂർ ലീഗിന് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ജാതി മത സമവാക്യങ്ങൾ വരെ വലിയ തോതിൽ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ഒരു ഭാഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടി തവനൂർ വിട്ടുകൊടുക്കുകയാണെന്ന ആക്ഷേപം കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഉയർത്തുന്നുണ്ട്. PT അജയ്മോഹനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ വലിയ സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മുകളിൽ ചുമത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ടും നേതൃത്വം ചെവിക്കൊണ്ടിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് വേണ്ടി, അതായത് VS ജോയിക്ക് വേണ്ടി തിരുവമ്പാടി ഏറ്റെടുക്കുവാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് കോൺഗ്രസിലെ പലരും ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് പരസ്യ പ്രതിഷേധങ്ങൾ ഉയരാത്തത്. ഒരുപക്ഷെ ആ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ഇപ്പോൾ ഉള്ളിൽ പറഞ്ഞു കേൾക്കുന്ന ഈ വിമർശനങ്ങൾ ഒരു പരസ്യ പ്രസ്താവനയിലേക്കും ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്കൊക്കെ നീങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുക. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഉള്ളിൽ ഈ തവനൂർ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ലീഗ് കോൺഗ്രസ് തർക്കങ്ങൾ അത് പരിഹരിക്കണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരണം. അതൊക്കെ ഇന്നോ നാളെയോ ആയി സംഭവിക്കും എന്നാണ് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകിയ തിരുവമ്പാടി സീറ്റിൽ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയി മത്സരിക്കും. MK മുനീർ കോഴിക്കോട് സൗത്തിലേക്ക് മാറുന്ന ഒഴിവിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് കൊടുവള്ളിയിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലീഗ് സീറ്റായ കുന്നമംഗലത്ത് സസ്പെൻസ് തുടരുകയാണ്. ഏലത്തൂരിൽ സ്ഥാനാർത്ഥിയായി മന്ത്രി AK ശശീന്ദ്രനെ പ്രഖ്യാപിച്ചതോടെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ആലോചനയിലാണ് മുക്കം മുഹമ്മദ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോഴിക്കോട് ഇപ്പോൾ ഈ NCPയിലെ തർക്കം അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. മുക്കം മുഹമ്മദ് പരസ്യമായി തന്നെ ശശീന്ദ്രനെതിരെ രംഗത്തുന്നൊരു പശ്ചാത്തലമുണ്ട്. തൻ്റെ പേരാണോ പ്രശ്നമെന്നുള്ള ചോദ്യം മുക്കം മുഹമ്മദ് ചോദിക്കുന്നത് ഒരു സൂചനയാണ്. സംശയമില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ മത്സരിച്ചേക്കാമെന്നാണ്. ഒപ്പം കോഴിക്കോട് ജില്ലയിലെ മറ്റ് മുന്നണികളുടെ സീറ്റ് മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്?
കാര്യമായ അലോസരങ്ങളില്ലാതെ ഇടതുമുന്നണിക്ക് കോഴിക്കോട് ജില്ലയിൽ സീറ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ CPM-ന് സീറ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നതാണ് മുന്നണിക്ക് ആശ്വാസം നൽകിയത്. ഒപ്പം CPI സീറ്റിലും കാര്യമായ തർക്കങ്ങളില്ലാതെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ എലത്തൂരിൽ ഇടതുമുന്നണിക്ക് ഏതാണ്ട് ഉറച്ച സീറ്റ് എന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ എലത്തൂർ സീറ്റിലാണ് ഇപ്പോഴും അസ്വാരസ്യങ്ങൾ തുടരുന്നത്. ജില്ലാ ഘടകം ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുക്കം മുഹമ്മദിനൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേക തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നലെ വിളിച്ചു ചേർത്തു. ഒപ്പം കേന്ദ്ര നേതൃത്വത്തിന് പ്രമേയം പാസാക്കി അയക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇവിടെ മത്സരിക്കുന്ന എലത്തൂരിൽ AK ശശീന്ദ്രനാണ് മന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി പുതിയൊരാൾക്ക് അവസരം നൽകണമെന്ന ആവശ്യമാണ് പ്രമേയത്തിലൂടെ ഉന്നയിക്കപ്പെട്ടത്. ഒപ്പം ഇന്നലെ നടന്ന പ്രവർത്തക കൺവെൻഷനും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അവിടെയാണ് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ തന്റെ പേരാണോ പ്രശ്നമെന്ന ചോദ്യം പരസ്യമായി തന്നെ ഉന്നയിച്ച് മുക്കം മുഹമ്മദ് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടത്. പക്ഷേ പ്രവർത്തക കൺവെൻഷൻ ചേർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര നേതൃത്വം AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും അതൃപ്തി വിമത വിഭാഗത്തിനുള്ളിൽ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുക്കം മുഹമ്മദുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും ഈ എലത്തൂരിൽ മത്സരിക്കുന്നതിനടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി അല്ലെങ്കിൽ പഠിക്കുന്നതിനായി 2 സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹം മത്സരിച്ചാൽ ഉണ്ടാവുക. കാരണം ഇടതുപക്ഷത്തിന്റെ ജില്ലാ കൺവീനറാണ് മുക്കം മുഹമ്മദ് എന്ന NCPയുടെ ജില്ലാ അധ്യക്ഷൻ. അദ്ദേഹം തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ഒരു അസ്വാരസ്യങ്ങൾ അത് മുന്നണിയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങും എന്ന ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും പാർട്ടി അല്ലെങ്കിൽ CPM ഒക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സമവായ നീക്കങ്ങൾ ഫലം കണ്ടാൽ അദ്ദേഹം മത്സരിക്കില്ല, മറിച്ചാണ് അദ്ദേഹം ഒരു അനുനയത്തിന് തയ്യാറാവുന്നില്ല എന്നാണെങ്കിൽ എലത്തൂരിൽ AK ശശീന്ദ്രൻ മന്ത്രിക്കെതിരെ മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കൂടി രംഗത്തുണ്ടാവും എന്നതാണ് ഏറെ കൗതുകരമായ കാര്യം. നമ്മൾ പല ജില്ലകളിൽ നിന്നും കാണുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് കരണം മറിഞ്ഞ് മറുപക്ഷത്ത് എത്തുന്ന കണ്ടം മാറിയൊക്കെ എത്തുന്ന ആളുകളുടെ കഥകൾ. അത്തരത്തിലൊരു കാലുമാറ്റം എലത്തൂരിൽ നടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഇതോടൊപ്പം തന്നെയാണ് തിരുവമ്പാടി സീറ്റ്. ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയപ്പോൾ മുതൽ ചർച്ചാ വിഷയമായ സീറ്റായിരുന്നു തിരുവമ്പാടി. അത് മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി മത്സരിച്ച് പരാജയപ്പെടുന്ന സീറ്റാണ്. പക്ഷേ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സീറ്റിൽ വിജയിക്കാം എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പക്ഷേ ചർച്ചകൾക്കും അനുനയങ്ങൾക്കും ഒന്നും ലീഗ് വഴങ്ങാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ അവരുടെ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. തിരുവമ്പാടി സീറ്റ് അത് കോൺഗ്രസിന് വിട്ടു നൽകാനായി ലീഗ് തയ്യാറായിരിക്കുന്നു. ഇന്നലെ നടന്ന ചർച്ചകളിലാണ് തീരുമാനമുണ്ടായത്. ഇതേ തുടർന്നാണ് VS ജോയി എന്ന മലപ്പുറത്തിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ജോയിക്ക് സീറ്റ് നൽകാം എന്നൊരു ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു. മലപ്പുറത്തെ സീറ്റുകളിൽ പലയിടത്തും മത്സരിക്കാൻ ഒരു സാഹചര്യം തെളിയാതെ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മലപ്പുറവുമായി അതിർത്തി പങ്കിടുന്ന തിരുവമ്പാടി ഒക്കെ വരുന്ന മേഖലയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ലീഗ് പ്രവർത്തകർക്ക് അണികൾക്കൊക്കെ സ്വീകാര്യനായ നേതാക്കൾക്കടക്കം സ്വീകാര്യനായ ഒരാളാണ് മലപ്പുറത്ത് ലീഗിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു DCC അധ്യക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം എത്തുമ്പോൾ ലീഗിനും കോൺഗ്രസിനും അത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് UDF നേതൃത്വത്തിനുള്ളത്. ഒപ്പം പ്രാദേശിക തലത്തിൽ ലീഗ് നേതാക്കളെ മത്സരിപ്പിക്കാനൊക്കെ അവസാനവട്ട തീരുമാനം വന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ലീഗിന്റെ പ്രാദേശിക തലത്തിൽ മുറുകി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഏത് പക്ഷത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും മറുപക്ഷം കാലുവാരും എന്ന ആശങ്ക. MK മുനീർ കോഴിക്കോട് സൗത്തിൽ ഉണ്ടാകും. തിരുവമ്പാടി VS ജോയി ഉറപ്പിച്ച പശ്ചാത്തലമുണ്ട്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് കൊടുവള്ളിയിൽ മത്സരിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ വടക്കൻ കേരളത്തിൽ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സീറ്റുകൾ ഉറപ്പിക്കുക എന്നതിനപ്പുറം യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് പല മേഖലകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് മധ്യകേരളത്തിലേക്ക് ഒന്ന് വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. UDFുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. എന്നാൽ മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. ജോസഫ് മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നും ഇന്നറിയാം. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയും 13 സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ച് ജോസ് കെ മാണി രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും സീറ്റുകൾ വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശ്രീത്ത് തയ്യാറാണ്. ശ്രീത്ത്, നമുക്ക് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. ജോസും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. കാരണം ജോസഫിൻ്റെ 2 സീറ്റുകൾ കോൺഗ്രസ് കൊണ്ടുപോയി.
ജോസിൻ്റെ ഒരു സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് കിട്ടിയില്ല. LDF അല്ലെങ്കിൽ CPM ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകുന്നില്ല. ആദ്യം നമുക്ക് ജോസഫിലേക്ക് ഒന്ന് പോയാൽ PJ ജോസഫ് മത്സരിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിന് പകരം മകനെ അവിടെ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം ഈ ഏറ്റുമാനൂരും ഇടുക്കിയും വിട്ടുകൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യം ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ധാരണയായിട്ടില്ല രഞ്ജിത്ത്. പക്ഷേ സീറ്റ് വേണമെന്ന ആവശ്യം അവർ അതിശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാർ സീറ്റാണ് ഏറ്റുമാനൂർ സീറ്റിന് പകരമായി അവർ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് ഇന്നലെ PJ ജോസഫ് വ്യക്തമാക്കിയത്. പക്ഷേ അതിനനുസരിച്ച് ഒരു സീറ്റ് വിഭജനത്തിൽ ഒരു അന്തിമമായ വ്യക്തത ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ പകൽ ദിനം കൊണ്ട് അതുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ളത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൂടിയാണ്. അതായത് PJ ജോസഫ് ഏതാണ്ട് പതിറ്റാണ്ടുകളായി മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുമോ എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 6 മാസം മുൻപ് തന്നെ നമ്മൾ ഉൾപ്പെടെ കൊടുത്ത വാർത്ത അബു ജോസഫ് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ്. കാരണം PJ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ വിരമിക്കുന്നു, ആരോഗ്യപരമായ പ്രായാധിക്യമൊക്കെ കൊണ്ട്. പക്ഷേ പിന്നീട് ഈ സമീപകാലത്ത് പുറത്തു വന്ന വിവരമാണ് അദ്ദേഹം അങ്ങനെ പിൻവാങ്ങാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് അക്കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. എന്തായാലും PJ ജോസഫ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പുറത്ത് ഒരു യുവ സ്ഥാനാർത്ഥിയെയാണ് കേരള കോൺഗ്രസ് M അവതരിപ്പിച്ചിരിക്കുന്നത്. സിറിയക് ചാഴിക്കാട്ടിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തൊട്ടിപ്പുറത്തും അതുകൊണ്ട് തന്നെ അത്രയധികം പ്രായമുള്ള 80 കഴിഞ്ഞ ഒരാൾ വേണോ അതോ അബു ജോസഫിനെ ഇറക്കണോ എന്ന തരത്തിലുള്ള തന്ത്രമുണ്ട്. പക്ഷേ PJ ജോസഫിനെ സംബന്ധിച്ച പ്രായാധിക്യം ഒരു പ്രശ്നമല്ല. ആ മണ്ഡലത്തിൽ അത്രയും സുപരിചിതനാണ്. വ്യക്തിബന്ധങ്ങളും ആ പാർട്ടിക്കൊക്കെ ഉൾപ്പെടെയുള്ള ബന്ധങ്ങളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതവിടെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നിരുന്നാൽ തന്നെയും അബുവിനെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കം ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. പിന്നെ ഒന്ന് കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് അത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഇടയ്ക്ക് ചില വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷെ അവിടെ ആരെത്തും? കോൺഗ്രസ് ഏറ്റെടുക്കാതെ ജോസഫ് ഗ്രൂപ്പിന് തന്നെ കൊടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചങ്ങനാശ്ശേരിയിൽ വിനു ജോബിന്റെ പേരാണ്, തൃക്കുടിത്താനം ഡിവിഷൻ കൗൺസിലർ, ജില്ലാ പഞ്ചായത്തിലെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. അദ്ദേഹത്തെ തന്നെ പ്രഖ്യാപിക്കും അതോ VJ ലാലിയെ പോലുള്ളവർ, ജോബിൻ കൊട്ടാരത്തിലെ പോലുള്ളവരൊക്കെ സീറ്റ് കാത്തിരിക്കുന്നവർ ഉണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതും കാത്തിരിക്കണം. ഒപ്പം നമുക്ക് ജോസിലേക്ക് വന്നാൽ ജോസിന് 13ാമതൊരു സീറ്റ് വേണം. അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ആന്റണി രാജുവിനെതിരായ വിധി വന്നാൽ തിരുവനന്തപുരം സെൻട്രൽ കിട്ടുമെന്നൊക്കെയുള്ളതാണ്. പക്ഷേ 12 സീറ്റിൽ തന്നെ ഒതുക്കാനുള്ള നീക്കമായിരിക്കുമല്ലോ സ്വാഭാവികമായും CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 13 സീറ്റ് ആദ്യം നൽകിയെങ്കിലും പിന്നീട് 12ലേക്ക് അവരെത്തുന്നു. കുറ്റ്യാടി സീറ്റ് തിരികെ കൊടുക്കുന്നു. അന്ന് തന്നെ അവർ പറഞ്ഞതാണ് ആ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 13 സീറ്റ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും, അതായത് 12 സീറ്റിലെ പ്രഖ്യാപനം നടത്തിയ ശേഷം പോലും ഇപ്പുറത്ത് ജോസ് കെ മാണി ആ നിലപാടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ചോദിച്ചത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റാണോ പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് അല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒരു സീറ്റ് എന്ന നിലപാടാണ് ജോസ് കെ മാണി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് അധിക സീറ്റിന് CPM കേരള കോൺഗ്രസ് M-ന് കൊടുക്കാനുള്ള സാധ്യത കാണാൻ വയ്യ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് രഞ്ജിത്ത്. തീർച്ചയായും. ഒപ്പം ഏറ്റുമാനൂർ സംബന്ധിച്ചും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കനെയാണ് കോൺഗ്രസ് ഏതാണ്ട് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമുണ്ട്. ഇതിനുള്ള ഈ നീക്കത്തിനെതിരെ കത്തോലിക്ക സഭയുടെ പരോക്ഷ വിമർശനം ഉണ്ടാവുകയാണ്. അതായത് പ്രദേശത്ത് നിന്നുള്ളവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ബിജു സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടനാട്ടിലും സമാനമായി പ്രദേശത്ത് നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. ശ്രീത്ത് ഏറ്റുമാനൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു മുറുക്കിയാൽ പിടിച്ചെടുക്കാവുന്ന ഒരു സീറ്റാണ്. പക്ഷെ അവിടെ ഇങ്ങനെ തർക്കം വരുന്നത് ജോസഫ് വാഴക്കിനൊട്ടും ഭൂഷണമല്ല. സഭയുടെ ഒക്കെ സ്വാധീനമുള്ള ഒരു പ്രദേശം, ഒരു സ്ഥലമാണ് അത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ? തീർച്ചയായും ഈ ഘട്ടത്തിൽ അത് വഴങ്ങുമെന്ന് കരുതാൻ വയ്യ. കാരണം ആദ്യഘട്ടത്തിൽ ഈ സീറ്റ് ഉദ്ദേശിച്ചിരുന്നത് നാട്ടകം സുരേഷിന് വേണ്ടിയാണ്, DCC അധ്യക്ഷന് വേണ്ടി. പക്ഷെ അദ്ദേഹം കുറെ കാലമായി അവിടെ പ്രവർത്തിക്കുക ഉൾപ്പെടെ ചെയ്തതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നാട്ടകത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെയെങ്കിൽ നാട്ടകത്തിന് കാഞ്ഞിരപ്പള്ളി പോലൊരു സീറ്റ് പരിഗണിക്കുന്നുണ്ട്.
നാട്ടകത്തിന് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ UDF-ന്റെ ജില്ലാ കൺവീനർ കൂടിയായ ഫിൽസൺ മാത്യൂസിനും ആ സീറ്റ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിലെ പല ഗ്രൂപ്പുകൾ ഈ നേതാക്കൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അവിടെയാണ് ജോസഫ് വാഴക്കനെ രമേശ് ചെന്നിത്തല ഇടപെട്ടുകൊണ്ട് സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിക്കുന്നത്. ആ ഘട്ടത്തിലാണിപ്പോൾ, ഏറ്റവും ഒടുവിലെ നിമിഷത്തിലാണിപ്പോൾ ഈ ഒരു നീക്കം ഉണ്ടാകുന്നത്. ഈ ചങ്ങനാശ്ശേരി കത്തോലിക്ക കോൺഗ്രസ് ആണ് പ്രതികരിച്ചിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതാത് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, കർഷക പ്രതിനിധികൾ എന്ന നിലയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടനാടും ഒപ്പം തന്നെ ഇവിടെയും അതാത് സ്ഥലങ്ങളിലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത്. ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴ പ്രദേശത്ത് നിന്നുള്ള ആളാണ്, ജില്ലയ്ക്ക് പുറത്തു നിന്ന് വന്ന് പിന്നീട് ഇവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ആ നിലയിൽ കൂടിയാണ് ജോസഫ് വാഴക്കന് നേരെയുള്ള ഒരു ഉളിയമ്പായി ഫലത്തിൽ ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് ബന്ധപ്പെട്ടവർ ശരി ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഓരോ മേഖലയിൽ നിന്നും വരുന്നുണ്ട്. മറ്റൊന്ന്, പാർട്ടി വിട്ടതിന് പിന്നാലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സജീവമാകാൻ CPM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. അതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മലപ്പട്ടത്ത് TK ഗോവിന്ദനെതിരെ പ്രകടനം നടന്നു. CPM DYFI പ്രവർത്തകർ പ്രകടനം നടത്തുകയായിരുന്നു. TK ഗോവിന്ദന്റെ മരുമകളും പ്രകടനത്തിൽ പങ്കെടുത്തു. ആ ദൃശ്യങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് വൈകിട്ട് റോഡ് ഷോ നടത്തും. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഉന്നയിച്ച വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നതാണ് ആകാംക്ഷ. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതേസമയം വിവാദങ്ങൾ തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് CPM നേതൃത്വം. TK ഗോവിന്ദനെതിരെ CPM കഴിഞ്ഞ ദിവസം പ്രകടനം നടത്തിയിരുന്നു. നമ്മൾ അല്പം മുമ്പ് വിഷ്വൽസ് കണ്ടതാണ്. സുമേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സുമേഷ്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമാണ് ഇന്നത്തെ കണ്ണൂർ രാഷ്ട്രീയത്തെ പ്രസക്തമാക്കുന്നത്, സജീവമാക്കുന്നത്. എങ്ങനെയാണ് പരിപാടികളുടെ ക്രമീകരണം? രഞ്ജിത്ത്, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ ഉണ്ടാകുന്നത്. ഏതായാലും വൻ ജനപങ്കാളിത്തം ആ റോഡ് ഷോയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏതായാലും സംശയമില്ല. നമുക്കറിയാം, ഇന്നലെ മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദന്റെ പരസ്യ പ്രതികരണമുണ്ട്. എന്നാൽ ഈ പരസ്യ പ്രതികരണത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. ഇന്നലെ ഈ TK ഗോവിന്ദനെതിരെ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മലപ്പട്ടം സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. TK ഗോവിന്ദൻ മാസ്റ്ററുടെ മരുമകൾ ഉൾപ്പെടെ ആ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് TK സുലേഖ, അതായത് അവിടുത്തെ ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റാണ്. ഈ TK സുലേഖയാണ് ഈ പ്രകടനത്തിൽ നേതൃത്വം നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി TK ശ്യാമള ടീച്ചറുടെ റോഡ് ഷോ, തളിപ്പറമ്പ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റോഡ് ഷോയും നല്ല ജനപങ്കാളിത്തത്തോടെ നടക്കുകയുണ്ടായി. എന്നാലും ഇത്തരം ഈ പരസ്യ പ്രതികരണത്തിൽ നിന്നും വകവെക്കാതെ TK ശ്യാമള ടീച്ചർ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സജീവമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ടീച്ചറുടെ പ്രചരണം ഇപ്പൊ മലപ്പട്ടം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മയ്യിൽ കേന്ദ്രീകരിച്ചുമാണ് ടീച്ചറുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് മലപ്പട്ടം സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പ്രതിഷേധ പ്രകടനം നടക്കും. അതുപോലെ പൊതുയോഗമുണ്ട് എന്നും പ്രതിഷേധ പ്രകടനം പൊതുയോഗം നടക്കുന്നുണ്ട്. MP ജയരാജനാണ് ഈ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഈ പ്രതിഷേധ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും TK ഗോവിന്ദൻ മാസ്റ്ററുടെ പരസ്യ പ്രതികരണം ഏതായാലും ഈ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഏതായാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശരി സുമേഷ്. കോൺഗ്രസ് സംഘപരിവാറിന്റെ B ടീമാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPയെ എതിർക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന കോൺഗ്രസ് നിർണായക ഘട്ടങ്ങളിൽ BJPക്ക് വിജയവഴി തുറന്നു കൊടുക്കുന്ന രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുദ്രാവാക്യങ്ങളിലെ BJP വിരുദ്ധത പ്രവൃത്തിയിൽ BJP കൈത്താങ്ങ് എന്നാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ രാഷ്ട്രീയമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ പരിഹസിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കം തുടരുന്നു.
KM ഷാജിയെ മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് ജില്ലാ നേതൃത്വം. ഇതോടെ KM ഷാജിയെ വേങ്ങരയിലേക്ക് മാറ്റി പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു എന്നാണ് വിവരം. നിലവിൽ വ്യവസായ പ്രമുഖരും ജില്ലാ നേതൃത്വത്തിലുള്ളവരും ആളുമായ കല്ലട മാഹിൻ ഹാജി, മുനീർ ഹാജി എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. BJPയും മുസ്ലിം ലീഗും നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, കാസർഗോഡ് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇന്ന് KM ഷാജിയെ മാറ്റിയേക്കാം വേങ്ങര എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? രഞ്ജിത്തെ, ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്, അതായത് BJPയും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരം നടത്തുന്ന രണ്ട് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും. ഇതിൽ മഞ്ചേശ്വരത്ത് നേരത്തെ തന്നെ മുസ്ലിം ലീഗിൽ AK അഷ്റഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അവിടെ പ്രചരണം ആരംഭിച്ചു. പക്ഷേ അപ്പോഴും കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് തർക്കം ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിയിലേക്ക് ഒക്കെ പോകാവുന്ന രീതിയിലുള്ള തർക്കങ്ങളാണ്. പക്ഷെ ഇതുവരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അത്തരം നീക്കം ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പോസ്റ്ററുകൾ, അതായത് ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നും സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പൊട്ടിത്തെറി മുസ്ലിം ലീഗിനകത്ത് കാസർഗോഡ് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഷാജിയെ കാസർഗോഡ് മത്സരിപ്പിക്കേണ്ട എന്ന് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കാസർഗോഡ് ആരെ മത്സരിപ്പിക്കണം എന്ന ഒരു വലിയ തോതിലുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്ലട്ര മാഹിനാജി, ഇദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആണ്. അതോടൊപ്പം മാഹിനാജി, ഇദ്ദേഹം കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ട്രഷററാണ്. ഇങ്ങനെ രണ്ടു പേരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതിലൊരു ധാരണ ഇതുവരെ നേതൃത്വത്തിന് ആയിട്ടില്ല. ഇതിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം സംബന്ധിച്ച്. എന്തായാലും ഈ BJP ഈ മുസ്ലിം ലീഗ് നേർക്കുനേർ മത്സരം നടത്തുമെന്ന് പറഞ്ഞ പോലെ തന്നെ വാശിയേറിയ മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗിൽ ഈ അനിശ്ചിതത്വം തുടരുന്നതെന്ന് വേണം പറയാൻ. പ്രവർത്തകരുടെ ഇടയിൽ വലിയ തോതിലുള്ള അതൃപ്തി പുകയുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഗം ചേർന്നെന്ന് മാത്രമല്ല, പ്രമേയം പാസാക്കുന്ന സാഹചര്യം, അതായത് പുറത്തുനിന്നും KM ഷാജി ഉൾപ്പെടെ ആരെങ്കിലും കൂട്ട് വരുന്നതിനെതിരെ പ്രമേയം പാസാക്കുന്ന ഘട്ടത്തിലേക്ക് വരെ മുസ്ലിം ലീഗ് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്ന് വളരെ നിർണായകമാണ്. ആരാണ് ഈ കാസർഗോഡ് സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. ശരി ബൈജു, ഏതായാലും അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എറണാകുളത്തേക്ക് ഒന്ന് പോകണം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ്. കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മത്സരരംഗത്തുണ്ടാകുമെന്ന് സൂചന നൽകിയെങ്കിലും മണ്ഡലം നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൊച്ചിയിലും പെരുമ്പാവൂരിലുമാണ് ഷിയാസിനെ പരിഗണിക്കുന്നത്. ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ കൊച്ചിയിൽ മണ്ഡലത്തിൽ നിന്നുള്ള ലത്തീൻ സ്ഥാനാർത്ഥി വേണമെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടോ? ഇത്തരത്തിൽ അനിശ്ചിതാവസ്ഥയിലാണ് പല മണ്ഡലങ്ങളും. ഡാനി, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി ഒരു തീരുമാനമുണ്ടാകുമെന്ന് കരുതാമോ? എന്തായിരിക്കും ഒരു കോംപ്രമൈസ് ഫോർമുല? രഞ്ജിത്ത, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ഏറ്റവും ഉറച്ച സ്ഥലമായ ഏറ്റവും കോട്ടയെന്നെല്ലാം പറയുന്ന എറണാകുളം ജില്ലയിൽ പോലും ഇതിനൊരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. പലയിടത്തും സിറ്റിംഗ് MLA, അതായത് സിറ്റിംഗ് കാൻഡിഡേറ്റ് തന്നെ കോൺഗ്രസിൻ്റെ തന്നെയാണ്. K ബാബുവിനെ പോലുള്ളവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തൃപ്പൂണിത്തുറ സിറ്റിംഗ് ആണ്. ഇവിടെ തന്നെയും അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പേര് ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയുടേതാണ്. പക്ഷേ അതും ഒരു പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ആ സീറ്റിൽ ലിജുവിൻ്റെ പേരടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് ഉയർന്ന ആക്ഷേപങ്ങൾ കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് നേതൃത്വം ചർച്ച ചെയ്തു. പക്ഷേ മറ്റൊരു പേരിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ സിറ്റിംഗ് സ്ഥലങ്ങളിൽ തന്നെയുള്ള തർക്കങ്ങൾ തുടരുന്നു എന്നതാണ്. അവിടെ പോലും ഒരു തുടക്കത്തിലെ തന്നെ ഇവരോട് ഒരു മത്സര രംഗത്ത് സജീവമാകാനോ അല്ലെങ്കിൽ മറ്റു നിർദ്ദേശങ്ങളോ ബദൽ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ കോൺഗ്രസിന് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. പകരം പേരുകാരെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെയാണ് കൊച്ചിയിലും വൈപ്പിലും തുടരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. DCC അധ്യക്ഷനെ മത്സര രംഗത്ത് ഇറക്കാനായിട്ട് വലിയ ആലോചനകൾ നടന്നിരുന്നു.
മുഹമ്മദ് ഷിയാസിന് അനുയോജ്യമായ മണ്ഡലങ്ങൾ തേടിയിരുന്നു. ആദ്യം കളമശ്ശേരി ആയിരുന്നെങ്കിൽ ലീഗ് അത് വിട്ടു നൽകിയില്ല. തുടർന്ന് കൊച്ചിയെ സംബന്ധിച്ചുള്ള വലിയ ആലോചനകൾ നടന്നു. എന്നാൽ അവിടെ പ്രതിരോധിച്ചത് അവിടെ ലത്തീൻ സഭ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിക്കുകയായിരുന്നു. കാരണം ഇതിനകത്തു നിന്ന് കൊച്ചി രൂപതയ്ക്കകത്തു നിന്നുള്ള ഒരാൾ തന്നെ വേണം സ്ഥാനാർത്ഥിയായെന്ന രീതിയിലേക്കടക്കം പ്രചാരണ പരിപാടികൾ നീണ്ടുനിന്നു. അത് വലിയൊരു പ്രതിസന്ധി UDF-ന് കോൺഗ്രസിനെല്ലാം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ എവിടെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ല. ഇപ്പോഴുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമോ എന്നത് തന്നെയാണ്. കാരണം കൊച്ചിയിലാണെങ്കിൽ ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. വൈപ്പിനിലേക്ക് പോവുകയാണെങ്കിൽ വൈപ്പിനിൽ പല പേരുകളും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു തെരഞ്ഞെടുപ്പ് എന്നത് തുടക്കത്തിൽ നടത്താനായിട്ട് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ്. അവിടെ ഒരു ലത്തീൻ സഭാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ സഭയിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അവിടെയും ഇതുപോലെ തന്നെ ലത്തീൻ സഭ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സഭാവിശ്വാസികൾ വേണം, അല്ലെങ്കിൽ സഭയിൽ നിന്നുള്ള ഒരാൾ വേണം എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്തതോടെ കൂടുതൽ പ്രതിരോധത്തിലാവുന്നു. ഈ സഭയുടെ ആവശ്യങ്ങൾ കൂടുതലും ചെന്ന് തറയ്ക്കുന്നത് UDF-ൽ തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്. സഭയുടെ സമ്മർദ്ദം മിക്ക ജില്ലകളിലും, കോട്ടയത്തായാലും കൊച്ചിയിലായി എറണാകുളത്തായാലും ഒക്കെ കോൺഗ്രസിനുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? വിവിധ സമുദായ സംഘടനകൾ, ഇപ്പോൾ SNDP ആയാലും NSS ആയാലും സഭകളായാലും ശിവഗിരി മഠമൊക്കെ ആയാലും എല്ലാവരും സമ്മർദ്ദം ചെലുത്തുന്നത് UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ഇന്ന് ആന്റണി രാജുവിന് നിർണായകമായ ഒരു ദിവസമാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് ഇന്ന് നെടുമങ്ങാട് കോടതിയുടെ 3 വർഷം തടവ് ശിക്ഷ ലഭിച്ച സാഹചര്യം നമുക്കറിയാം. അത് മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ഹർജിയിൽ ഇന്ന് വിധി പറയുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, കോടതിയുടെ ചില പരാമർശങ്ങളൊക്കെ ആന്റണി രാജുവിന് ആശ്വാസമായിരുന്നു ഈ വിചാരണാ വേളയിൽ, ഈ വാദങ്ങൾ കേൾക്കുന്ന വേളയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു വിധിയുടെ സ്വഭാവത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ വിഭാഗം? രഞ്ജിത്ത്, പരാമർശങ്ങൾ ആശ്വാസകരമായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതൊരു വിധി പ്രസ്താവത്തിലേക്ക് വരുമ്പോൾ അത് ആ രൂപത്തിലായിരിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു സംശയീകരണം വിധിയിൽ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഏതായാലും വിധി
കേസ് കേൾക്കുന്ന വേളയിൽ കോടതി ചോദിച്ചിരുന്നു, ഇത്തരം ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നതിൽ ആന്റണി രാജുവിന് എത്രമാത്രം ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. കാരണം ഇതൊരു ജൂനിയർ വക്കീലായിരുന്നു ആന്റണി രാജു ആ സമയത്ത്. അതിൽ സീനിയർ അഭിഭാഷകൻ ആ കേസിൽ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയതായ ചില ചോദ്യങ്ങൾ, കോടതിയുടെ ചില ചോദ്യങ്ങളെല്ലാം ആന്റണി രാജുവിന് ആശ്വാസം പകരുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറം ആ കേസിൻ്റെ മെറിറ്റിലേക്ക് തന്നെയായിരിക്കും കോടതി പോവുക. അതെന്താണ് എന്നത് നമ്മൾ കാത്തിരിക്കണം. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാകുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൊണ്ടിമുതലിൽ മാറ്റം നടത്തി എന്നതെല്ലാം വളരെ ഗൗരവ സ്വഭാവമുള്ള കേസായിട്ട് തന്നെയാണ് കീഴ്ക്കോടതികൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു ശിക്ഷാ പ്രസ്താവം അടക്കമുണ്ടായത്. ഇതിൽ വാദത്തിൻ്റെ വേളയിൽ കോടതിയോട് പറഞ്ഞിരുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് അത് ഇത്തരം കാര്യങ്ങൾ ഇത് മരവിപ്പിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ആന്റണി രാജുവിൻ്റെ മാത്രം ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നതാണ്. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. എങ്കിലും ആ സമയത്ത് നടത്തിയ ചില പരാമർശങ്ങൾ ശരി ഡാനി, SNDP യോഗം ഭാരവാഹികളുടെ വിഷയത്തിലും ഇന്ന് പ്രധാനപ്പെട്ട കേസുണ്ട്. വെള്ളാപ്പള്ളിക്കൊക്കെ നിർണായകമാണ്. അപ്പീൽ ഇന്നലെ ഹൈക്കോടതി നൽകിയിരുന്നു, ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഡാനി? ഇന്ന് കോടതിക്ക് ഇതിൽ ഹർജിയിൽ പരിഗണിക്കുകയാണ്. പ്രധാനമായും തന്നെ അതിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത് കമ്പനി ആക്ട് പ്രകാരമാണ് SNDP യോഗം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കോടതിയുടെ നിർവചനങ്ങളിലേക്ക്, കോടതിയുടെ പരിഗണനാ വിഷയങ്ങളുടെ നിർവചനങ്ങളിലേക്ക് അത് വരുന്നില്ല എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നാഷണൽ കമ്പനി ട്രിബ്യൂണലിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഇത്തരം പരാതികൾ അവിടെയുമാണ് സമർപ്പിക്കപ്പെടേണ്ടതും എന്നതാണ് പ്രധാനമായും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം 3 വർഷം തുടർച്ചയായി ഇത്തരം റിട്ടേണുകൾ സമർപ്പിച്ചില്ലെങ്കിലാണ് നടപടി ഉണ്ടാകേണ്ടത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു വീഴ്ചകളൊന്നും തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല എന്നതാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിയമാനുസൃതമല്ല നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർപ്പിച്ച ഹർജിയിലാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഏതായാലും ആ കേസും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നാണ്. ശരി ഡാനി, ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച മധ്യസ്ഥ ചർച്ച ഇന്ന് നടക്കും. സംഘടനാ പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് ഭാരവാഹികളും പങ്കെടുക്കും. ഹൈക്കോടതി മീഡിയേഷൻ റൂമിൽ രാവിലെ 11 മണിക്കാണ് ചർച്ച. കൊല്ലത്ത് ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധിയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പൂയപ്പള്ളി സ്വദേശി സന്ദീപാണ് കേസിലെ ഏക പ്രതി. 70-ലധികം സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, ഞെട്ടിപ്പിച്ച ഒരു കേസാണ്. വളരെ കൃത്യമായി തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് വിവരങ്ങൾ എന്താണ്? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രമാദമായ ഒരു കേസാണ്. 2021 മെയ് 10-നായിരുന്നു യുവ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. ഈ പ്രമാദമായ ഈ കേസിന്റെ വിധിയാണ് ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പറയുന്നത്. ഈ കേസിന്റെ വിചാരണയിൽ പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകളാണ് ഹാജരാക്കിയത്. കേസിൽ 70-ലധികം സാക്ഷിമൊഴികൾ കോടതി പരിഗണിച്ചിട്ടുണ്ട്. 22 തൊണ്ടിമുതലുകൾ തെളിവായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ അക്രമത്തിൽ ഉപയോഗിച്ച ആയുധം, രക്തക്കറകൾ ഉള്ള വസ്തുക്കൾ, സംഭവ സ്ഥലത്തെ മറ്റ് തെളിവുകളെല്ലാം ചേർത്താണ് 22 തൊണ്ടിമുതലുകളായി ഹാജരാക്കിയത്. അതുപോലെ തന്നെ FIR, കേസ് ഡയറി, മെഡിക്കൽ റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം രേഖകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം 200-ലധികം രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇവയ്ക്ക് പുറമെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ. അത് വളരെ നിർണായകമാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ പ്രതി അക്രമം നടത്തുന്നതും യുവ ഡോക്ടറെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ, പിന്നെ ആ ആശുപത്രിയിലെ മറ്റ് ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ കോടതിയിൽ നേരിട്ട് സാക്ഷികളായി കോടതി വിസ്തരിച്ചു. ഇവരുടെ മൊഴികളും ഈ കേസിൽ വളരെ നിർണായകമാണ് രഞ്ജിത്ത്. അതുപോലെ തന്നെ ഈ പ്രതി സന്ദീപിന്റെ ആക്രമണം ഉദ്ദേശപൂർവ്വമാണെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. അതുപോലെ തന്നെ പ്രതിക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ ശക്തമായ തെളിവുകളാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് പ്രോസിക്യൂഷൻ നിരത്തിയത്. ഇതെല്ലാം കോടതി കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ വാദം പൂർത്തിയാവുകയും ചെയ്തതും. അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ചേർന്ന ശക്തമായ കേസ്. ഈ കേസിന്റെ വിധി കേൾക്കാൻ സമൂഹം കാത്തിരിക്കുകയാണ്. ഇന്ന് വന്ദനദാസിന്റെ മാതാപിതാക്കളും വിധി കേൾക്കാനായി കോടതിയിലെത്തുന്നുണ്ട്. ശരി.
നമുക്ക് രാവിലെ പൂർണ്ണമാകാൻ സമയമായി. ഇനി വാർത്തകൾക്ക് ന്യൂസ് 18 തുടരുക. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.